പുള്ളി ഏതോ സ്പായി പോയപ്പോ കിട്ടിയൊരു കഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പായ്ക്കകത്ത് നടക്കുന്ന സംഗതികൾ കുറച്ച് കൂടിപ്പോയെന്ന് സംശയം. സ്പാ ഹാപ്പി എൻഡിങ്, വേറെ ഒന്നും ഇല്ലേ? ഹാപ്പി എൻഡിങ്, വെറും സ്പാ. പടത്തിൽ ഫുള്ള് ഹാപ്പി എൻഡിങ് ആണ്, പക്ഷെ പടം ഹാപ്പി എൻഡിങ് അല്ല. വെൽക്കം ബാക്ക്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന സ്പാ തീമിൽ ഒരു അഡൽട്ട് കോമഡി മൂവി റിലീസിന് എത്തിയിട്ടുണ്ട്, ഡയറക്ടഡ് ബൈ എബ്രിഡ് ഷൈൻ. അപ്പോൾ എബ്രിഡ് ഷൈൻ്റെ മുന്നത്തെ സിനിമകളെ പോലെ ഒരു എക്സ്പെരിമെൻ്റൽ അറ്റംപ്റ്റ് തന്നെയാണ് സ്പായും. കണ്ടറിങ് ഓഡിഷനോട് എങ്ങനെ ഉണ്ടായിരുന്നു സ്പാ എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടാൽ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. നേരെ സ്പാ റിവ്യൂലേക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഒരു രസമുണ്ട് സിനിമ, മൊത്തത്തിൽ തമാശയുണ്ട്, അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. നമ്മുടെ അഡൽട്ട് കോമഡിയൊക്കെയാണ് വന്നത്. അഡൽട്ട് കോമഡി ആണെങ്കിലും അത് നമുക്ക് ഇതാണ്, കുഴപ്പമില്ല. ഈ തീമിലൊരു പുതിയ അറ്റംപ്റ്റ് ആണ്. പിന്നെ അടിപൊളി, നല്ല സൂപ്പർ, നല്ല അറ്റംപ്റ്റ് ആണ്. ഇത് സിനിമ സാധാരണ എൻജോയ് ചെയ്യുന്ന ആളാണ്, പക്ഷേ ഈ സിനിമ വളരെ വ്യത്യസ്തമായ സിനിമയാണ്. തിയേറ്ററിൽ ഇങ്ങനെ സിനിമ ഞാൻ പ്രതീക്ഷിച്ചില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സിനിമയുടെ പേര് കണ്ടിട്ടും വന്നതല്ല, വെറുതെ ഞാനൊരു വണ്ടി സർവീസിന് വന്നപ്പോഴത്തേക്ക് വണ്ടി സിനിമയ്ക്ക്. പക്ഷേ സൂപ്പർ, നല്ല സിനിമ, എനിക്ക് ഇഷ്ടമായി. സർപ്രൈസ് സാധനം വെച്ചിട്ടുണ്ട്. സർപ്രൈസ് സാധനം, നല്ല സർപ്രൈസ് സാധനം. പിന്നെ കുറച്ച് ലാഗ് ചെയ്യുന്നുണ്ട്. സ്പായ്ക്കകത്ത് നടക്കുന്ന സംഗതികൾ കുറച്ച് കൂടിപ്പോയെന്ന് സംശയം. കുറച്ചുകൂടെ വെളിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാമായിരുന്നു എനിക്ക് തോന്നി. അത്രയാണ് തോന്നുന്നത്. നല്ല സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ. അങ്ങനെ ഇങ്ങനെയുള്ള സിനിമകൾ എനിക്ക് ഇഷ്ടമുള്ള ആളാണ്, അതുകൊണ്ട് വെറൈറ്റി കഥയാണ്. പക്ക പോറും കൊള്ളത്തില്ല. അത് എന്താ, ഒരു സ്പായിൽ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ അത്ര തന്നെ. ഓരോ കസ്റ്റമർ വരുന്നു പോകുന്നു, വേറെ കഥ ആയിട്ടൊന്നുമില്ല, ആരെയും ഇമോഷണലി കണക്ട് ആയിട്ടൊന്നുമില്ല. അഡൽട്ട് കോമഡി പരിപാടിയൊക്കെ വർക്കായി, അങ്ങനെ അത്രയ്ക്ക് വർക്കായിട്ടൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് പിന്നെ കുഴപ്പമില്ല, ഇച്ചിരി കണ്ടോണ്ടിരിക്കാം. പിന്നെ പടം ഫുള്ള് ലാഗം ഒരുമാതിരി ആയി കളഞ്ഞ പടം, ഒട്ടും കൊള്ളത്തില്ല. ഈ ഒരു ക്ലിക്ക് ബൈറ്റ് അങ്ങനെ തോന്നിയോ ഈ ഒരു എ സർട്ടിഫിക്കേഷൻ? അതോ പടത്തില് എ സർട്ടിഫിക്കേഷൻ അത് അറിയിച്ച പടം തന്നെ, എ സർട്ടിഫിക്കേഷൻ. വേറെ കൂടുതലായിട്ടൊന്നുമില്ല. മേക്കിംഗ് ഒക്കെ ഒരു പുതുമ, ഒരു എക്സ്പെരിമെന്റൽ ആണ് ടോട്ടലി. അല്ല അല്ല അല്ല, ബോർ തന്നെ പടം. ശരി, പോവാണ് പ്രശ്നമാണ് സിനിമ. അങ്ങനെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രിഡ് ഷൈൻ്റെ പടങ്ങൾ അറിയാലോ, ഒരു എക്സ്പെരിമെന്റ്. പുള്ളി ലാസ്റ്റ് മഹാവീര്യ എക്സ്പെരിമെന്റൽ ടൈപ്പ് പടം, ആ ഒരു ടൈപ്പ് പടമാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഏതോ സ്പായി പോയപ്പോ കിട്ടിയൊരു കഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട സംഭവങ്ങളൊക്കെ അതിനകത്ത് പറയണുണ്ട്, അല്ല സീന അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. സംഭവം ഒരു വെറൈറ്റി കഥയാണ്. അങ്ങനെ അഡൽട്ട് കോമഡി പുള്ളി ലാസ്റ്റ് തീരത്തെ എഴുതി അവാർഡ് ജയിക്കുമെന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. പുള്ളിയുടെ പടങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നത്. പുള്ളിയുടെ പടം കൊള്ളാം, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ അങ്ങനെ വെറുപ്പീര് അങ്ങനെ സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. ആൾക്കാർ എന്താണ് പ്രതീക്ഷിക്കാന്ന് നമുക്കറിയാവില്ല. അത് പടത്തിനെ പറഞ്ഞു, സമൂഹം എന്ത് വിചാരിക്കും, സമൂഹം മാന്യന്മാർ, ആ സംഭവങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. ചിലപ്പം എല്ലാവരും ഇപ്പം അച്ഛൻകോക്കൊക്കെ റിവ്യൂ എങ്ങനെ ഇരിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. സർട്ടിഫിക്കറ്റിന്റെ കാണാനുണ്ടോ? അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞ സംഭവം അങ്ങനെയൊന്നുമില്ല. അത് പറയണം, ആ ഒരു സ്പായിൽ നടക്കുന്ന ആ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. വേറെ സർപ്രൈസിംഗ് ആയിട്ടൊന്നും വെച്ചിട്ടില്ല. ലാസ്റ്റ് ഒരു വേറൊരു മോഡിലോട്ട് പടം പോകണുണ്ട്, എബ്രിഷന്റെ പടം. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാന്നുള്ളൂ, വലിയ മെച്ചമില്ല. അവര് പറഞ്ഞ പോലെ അഡൽട്ട് കോമഡിയാണ്. അതൊക്കെ അഡൽട്ട് കോമഡിയാണ്, അഡൽട്ട് സീൻസ് ഉണ്ട്, കുഴപ്പമില്ല, പക്ഷേ വലിയ മെച്ചമില്ല. ഈ സ്പാ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്പാ തന്നെയാണോ കഥയും പരിസരമൊക്കെ? ആ സ്പാ തന്നെയാണ്, ഫുള്ള് ആ സ്പാ തന്നെയാണ് ഉള്ളത്. ആ സ്പായ്ക്കകത്ത് നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ക്ലൈമാക്സ് എൻഡിങ് ഇല്ലാതായി പോയി, അത്രേ ഉള്ളൂ. ഹാപ്പി എൻഡിങ് അല്ല, ഹാപ്പി എൻഡിങ് അല്ല. പടത്തിൽ ഫുള്ള് ഹാപ്പി എൻഡിങ് ആണ്, പക്ഷെ പടം ഹാപ്പി എൻഡിങ് അല്ല. കോമഡി ഇത് തന്നെയല്ലേ, അഡൽട്ട് കോമഡി. അഡൽട്ട് കോമഡിയാണ് ഫുള്ള് അഡൽട്ട് തന്നെയാണ് പടം, 18+ തന്നെയാണ് ഫുൾ. ഒരു മേക്കിംഗ് ഒക്കെ വെറൈറ്റി ആയിട്ട് പുതിയൊരു അറ്റംപ്റ്റ് ആണ്, പക്ഷെ അത് സക്സസ് ആയില്ലെന്ന് വേണം പറയാൻ. സ്പായും അഡൽട്ട് കോമഡിയും സംഭവം കോമഡി കൊള്ളാം, എന്തായാലും കണ്ടിരിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല കോമഡിയൊക്കെ വർക്കായിട്ടുണ്ട്. പിന്നെ ചില 1-2 സീനുകളൊക്കെ വേണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു എബ്രിഡ് ഷൈൻ്റെ പോലത്തെ ഒരു വെറൈറ്റി മേക്കിംഗ് ആണോ നമ്മൾ ഇതുവരെ കണ്ട സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എബ്രിഡ് ഷൈൻ്റെ 1-2 പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഓരോ രീതിക്ക്, ഇപ്പോൾ മഹാവീര്യർ ചെയ്ത പോലെയല്ല ആക്ഷൻ ഹീറോ ബിജു ചെയ്തിട്ടുള്ള, അങ്ങനെ പല രീതിക്ക്. ഇതിപ്പോൾ വേറൊരു ജനർ പോലെ ചെയ്തിട്ടുണ്ട്, കൊള്ളാം, നല്ലൊരു കോമഡി, ഒരു ഫൺ. അത് തന്നെയാണ്. മെസ്സേജോ അങ്ങനെയൊക്കെ ഒരു മെസ്സേജ്, അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട് ഇതിനകത്ത്, നമ്മൾ കണ്ടന്നെ അറിയണം. ഓക്കെ, എക്സ്പീരിയൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്പായി കയറി ഇറങ്ങിയ എക്സ്പീരിയൻസ് ആണ്. എന്താണ് സ്പായി കയറി ഇറങ്ങിയ എക്സ്പീരിയൻസ്? ഹാപ്പി എൻഡിങ്, ക്ലൈമാക്സ്. ഈ സിനിമയിൽ ഓവറോൾ കാണിക്കുന്നത് മൊത്തം ഹാപ്പി എൻഡിങ് ആണ്. ഹാപ്പി എൻഡിങ്, പക്ഷെ അത് കാണുമ്പോണ്ടല്ലോ നമുക്കൊരു ഹാപ്പി എൻഡിങ് കിട്ടുന്ന ഫീല് ആ അഭിനയിക്കുന്ന ആൾക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ അത്രയ്ക്ക് ഭയങ്കര ആക്ടേഴ്സ് ആയിരിക്കും. അങ്ങനെ ഭയങ്കര നല്ല നടന്മാരാണ്. ജോണർ മാറുന്നില്ല, ഇല്ല, ഫുള്ള് ഹാപ്പി എൻഡിങ് തന്നെയാണ്. ഈ സ്പാ എന്താണ്, ഒരു സ്പായിൽ വരുന്ന ആൾക്കാർ, ആ ആൾക്കാരുടെ രീതി, ആ ആൾക്കാർ, ഓരോ ആൾക്കാരും ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ ആൾക്കാരുടെ ഈ സെക്ഷൽ ഡിസയർ ഡിഫറൻ്റ് ആയിരിക്കും. അതൊക്കെയാണ് ഓവറോൾ ഈ സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിൽ ഇത് എങ്ങനെയോ കൊണ്ട് ഇങ്ങനെ അടിയും വെടി പുകയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ
നല്ല ഒഴുക്കിൽ വന്നോട്ടൊരു സിനിമ ചതപ്പച്ച കഥ എന്ന് പറഞ്ഞാൽ അവസാനം കൊളാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അവസാനത്തെ ഒരു 10 മിനിറ്റ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സിനിമ ചുമ്മാ ആവശ്യമില്ലാതെ ഈ ഹാപ്പി എൻഡിങ്ങിൽ തന്നെ ഇത് പ്യുവർലി ഇതങ്ങ് മതിയായിരുന്നു. അവസാനം എന്തിന് ജോണർ മാറ്റാൻ നോക്കിയെന്ന് എനിക്കറിയില്ല. മുമ്പിറങ്ങിയ ഏതെങ്കിലുമൊക്കെ സിനിമയായിട്ട് സാമ്യം പറയാനുണ്ടോ മലയാളത്തിൽ, അതോ ആദ്യമാണോ? ഇല്ല, മലയാളത്തിൽ ഇത് ഡിഫറെൻ്റ് ആണ്. അതായത് ഇത് ഹാപ്പി എൻഡിങ് തന്നെ മെയിനായിട്ട് വെച്ച് ഇത് ചെയ്തത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പിന്നെ അത് നല്ല രസമുണ്ട്. അതിൽ ഓരോ ആക്ടേഴ്സും മസാജേഴ്സും എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ വേറെ ജപ്പാൻ മസാജുമായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധവും കാണാൻ വരുന്നവർ എന്ത് പ്രതീക്ഷിച്ച് വരണം? സ്പാ, ഹാപ്പി എൻഡിങ്, വേറെ ഒന്നും ഇല്ലേ? ഹാപ്പി എൻഡിങ്, വെറും സ്പാ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഈ സാമൂഹിക പ്രതിബദ്ധതയൊക്കെ മാറ്റി വെച്ചിട്ട് വന്നിരുന്നു കാണുക. ഓക്കെ, അഡൽ കോമഡി തന്നെയാണ്. നല്ലൊരു മൂവിയാണ്. സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ ഉണ്ട്, ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി. അപ്പോൾ എബ്രിഡ് ഷൈൻ്റെ സ്പാ 2 തിയേറ്ററിലായി 50-ലധികം ആളുകൾ ഇങ്ങനെ പോയൊരു റിവ്യൂ ആയിരുന്നു ഇത്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾ പടം കണ്ടവരൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.